വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്കുരൽ. നമ്മൾ റൗട്ടിങ് ചെയ്യുമ്പോൾ ഒരു HTTP മെത്തേഡിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു പേജ് ഒക്കെ റെൻഡർ ചെയ്യുന്നത്. നോർമലി നമ്മൾ ഗെറ്റ് ചെയ്യുക, പേജ് ഒക്കെ കാണാനാണ് ഗെറ്റ് എന്ന് പറഞ്ഞ HTTP മെത്തേഡ് ആയിരിക്കും. പക്ഷെ ഫോം ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും, ഒന്നെങ്കിൽ പോസ്റ്റ് ആയിരിക്കും, അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുട്ട് ആയിരിക്കും, ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ആയിരിക്കും. അപ്പോ അങ്ങനെ ആവുന്ന സമയത്ത് HTTP മെത്തേഡ്സ് അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ റൗട്ടിൽ എന്തുണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള HTTP മെത്തേഡ്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് ഡാഷ്ബോർഡ് റൗട്ട്സിൽ നമ്മളിപ്പോ കൊടുത്തിട്ടുള്ള ഗെറ്റ് ആണ്. ഇതിന് പകരം ചിലപ്പോൾ പോസ്റ്റ് ഉണ്ടാവാം. ഉദാഹരണത്തിന് ലോഗിൻ ആണെങ്കിൽ ലോഗിൻ ഫോം കാണാൻ വേണ്ടിയിട്ട് ഗെറ്റും പിന്നെ അതേപോലെ തന്നെ ലോഗിൻ ഫോം സബ്മിഷന് വേണ്ടിയിട്ട് പോസ്റ്റും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു എററാണ് ആപ്പ് JS നമ്മൾ റൗട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്ന സമയത്ത്. നേരത്തെ ഉണ്ടായിരുന്ന ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്തല്ലേ, നേരത്തെ എങ്ങനെയായിരുന്നു ഗെറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ ഗെറ്റ് ഡാഷ്ബോർഡ് റൗട്ട്സ് കൊടുത്ത് വർക്കായി. പക്ഷെ നമ്മൾ പോസ്റ്റ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വർക്ക് ആവില്ല. കാരണം എന്താണ്, നമ്മളിവിടെ സ്പെസിഫിക് ആയിട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് പകരം എന്തായിരിക്കണം, യൂസ് എന്നായിരിക്കണം. അപ്പോൾ യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഡാഷ്ബോർഡ് റൗട്ടിൽ ഗെറ്റ് പോസ്റ്റ് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ ഗെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊടുക്കുന്ന പോസ്റ്റ് വർക്ക് ആവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് രജിസ്ട്രേഷൻ പേജിനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഡാഷ്ബോർഡിൽ എന്ത് ചെയ്തു, കുറെ കോഡ് ചെയ്തു. അതായത് നമ്മൾക്ക് മെയിൻ ഹെഡിങ് വേണം, ഫൂട്ടർ വേണം, നമ്മൾ ലോഗിൻ പേജും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ പേജിനൊക്കെ ഇത് വേണം. ആ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാം ആദ്യം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതേ സെയിം കണ്ടന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ പേജിൽ ഇട്ടിട്ട് രജിസ്ട്രേഷൻ പേജിൽ ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ രജിസ്ട്രേഷൻ പേജിന്റെ ഫോം ഇവിടെ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. ഉദാഹരണത്തിന് H2 ടെസ്റ്റ് നമ്മൾ കൊടുക്കാണ്. ഇപ്പൊ നമ്മളുള്ളത് ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിന് പകരം രജിസ്ട്രേഷൻ. അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ വന്നു, ഹെഡറും ഫൂട്ടറും ഒക്കെ അതും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അപ്പൊ എന്ത് വന്നു, റിപ്പീറ്റേഷൻ വന്നു. അപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ പ്രിൻസിപ്പിളിൽ പെട്ടതാണ് ഡ്രൈ, ഡു നോട്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. നമ്മൾ റിപ്പീറ്റ് ചെയ്തു, അതെന്ത് ചെയ്യണം, ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കണം, റീയൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കണം. അപ്പൊ പഗ്ഗില് അങ്ങനെ റീയൂസ് ചെയ്യാനുള്ള കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലേ ഔട്ട് ആക്കി വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ മെയിൻ വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ലേ ഔട്ടിനുള്ള ഒരു പഗ് ഫയൽ ഉണ്ടാക്കാം. ലേഔട്ട് ഡോട്ട് പഗ്. എന്നിട്ട് നമ്മൾ ഡാഷ്ബോർഡിൽ ഉണ്ടായിരുന്ന ആ ഒരു മെയിൻ കണ്ടന്റ് ഉണ്ടല്ലോ, ആ കണ്ടന്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ലേഔട്ടിലിടാം. ലേഔട്ടിൽ ഇട്ടതിനു ശേഷം മെയിൻ ഒരു കണ്ടന്റ് വരണ്ടേ, അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ടാബ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് ബ്ലോക്ക്, നമ്മൾ അതിന് കണ്ടന്റ് എന്ന് പേര് കൊടുക്കും. കണ്ടന്റ്, ഇവിടെയാണ് കണ്ടന്റ് വരിക. അതായത് ഈ ലേഔട്ട് യൂസ് ചെയ്യുന്ന ഫയൽസ് എന്തായിരിക്കും, ഈ ഇവിടെ കൊടുത്ത ബ്ലോക്ക് കണ്ടന്റ് നിർത്തി ഇവിടെ ആയിരിക്കും അതിലുള്ള അതിൽ നിന്ന് പാസ് ചെയ്യുന്ന കണ്ടന്റ് ഒക്കെ വരിക. അതാണ് എന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അതേപോലെ തന്നെ ടൈറ്റിൽ നമുക്ക് പിന്നെ ചെയ്യാം. അത് കണ്ടന്റ് നമുക്ക് ശരിയാക്കാം. എന്നിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ പേജിലല്ല ഡാഷ്ബോർഡിൽ പോവാം. അത് നമുക്ക് ഡാഷ്ബോർഡിൽ തന്നെ ചെയ്യാം. ഡാഷ്ബോർഡിൽ വന്നിട്ട് നമുക്ക് ഡാഷ്ബോർഡിന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, നമുക്കൊരു ഹെഡിങ് മാത്രം കൊടുക്കാം. ആദ്യം ഇതിലുള്ള ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് എക്സ്റ്റെൻസ് ലേഔട്ട് നോക്കുക. എക്സ്റ്റെൻസ് ലേഔട്ട്, ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഫയലിന്റെ പേരാണ്. നമ്മൾ സെയിം ഫോൾഡറിലുള്ളതുകൊണ്ട് ലേഔട്ട് നിർത്തും. അതായത് ഡാഷ്ബോർഡുള്ള സെയിം ഫോൾഡറിൽ തന്നെയാണ് ലേഔട്ട് ഉള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ഫോൾഡർ പാത്തും കൂടെ കൊടുക്കണം. ലേഔട്ട് നിർത്തും. എന്നിട്ട് നമ്മൾക്ക് മറ്റേ കണ്ടന്റിന്റെ ഉള്ളിലേക്ക് റെൻഡർ ചെയ്യാനുള്ള കണ്ടന്റ് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ കൊടുത്ത പോലെ തന്നെ ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞെടുക്കുക. ഇത് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ആണെന്ന് പറയുന്നത്. എന്നിട്ട് സ്പേസ് ഇട്ട് അടുത്ത സെഷനിലേക്ക് H2 ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ രജിസ്ട്രേഷന്റെ പേജിൽ വന്നിട്ട് എക്സ്റ്റെൻസ് ലേഔട്ട് കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, രജിസ്ട്രേഷൻ. റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പൊ രജിസ്ട്രേഷനിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു വന്നു, ഡാഷ്ബോർഡിൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ആ ഒരു ടെക്സ്റ്റും വന്നു. നമ്മൾ വ്യൂ പേജ് സോഴ്സ് എടുത്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബോഡി നാവ് ഡിവ് ഒരു കണ്ടെയ്നർ ഡിവ് നമ്മൾ കൊടുത്ത കണ്ടെയ്നർ MT4 അതിന്റെ ഉള്ളിലാണ് നമ്മൾ ആ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് വന്ന് ഫൂട്ടർ ഒക്കെ കറക്റ്റ് ആണ്.
എല്ലാ എലമെന്റും പ്രോപ്പർ ആയിട്ടാണ് ഓപ്പൺ ആക്കി ക്ലോസ് ആക്കിയിട്ടുള്ളത്. അതൊന്ന് വെരിഫൈ ചെയ്യണം എപ്പോഴും നിങ്ങൾ പുതിയ എലമെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ. CSS ഒക്കെ വന്നത് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലേ ഔട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ അവിടെ H2 കൊടുത്തതിന് പകരം പ്രോപ്പർ ടെക്സ്റ്റ് എന്താണ്, രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ടെക്സ്റ്റ് എന്താണോ അത് കൊടുത്താൽ മതി. അവിടുത്തെ രജിസ്ട്രേഷനിലേക്ക് പോയി ഇവിടെ നമ്മൾ കറക്റ്റ് ഫോം, ഏത് ഫോമാണ് അത് എൻ്റർ ചെയ്യേണ്ടത് അത് കൊടുക്കാം. അപ്പൊ ബൂട്ട്സ്ട്രാപ്പിന്റെ ഫോം ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് നിങ്ങൾ ആ ഫോം ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഞാൻ ഡോക്യുമെന്റേഷനിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഇവിടെ കൊടുത്തു പോവാം. ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്, ഒരു ഫോം വേണം അല്ലെ, ആദ്യം ഒരു ഹെഡിങ് വേണം. ഹെഡിങ് അവിടെ കൊടുത്തിട്ട് H1 ആയിക്കോട്ടെ, H1 കൊടുത്തു. എന്നിട്ട് അതിന്റെ താഴെ അതേ ലെവലില് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോം കൂടെ ഓപ്പൺ ആക്കാം. ഫോം, പിന്നെ ആ ഫോമിന്റെ ഉള്ളിലാണ് നമ്മൾ ഓരോ ലേബലും അതിന്റെ ഇൻപുട്ടും കൊടുക്കാൻ പോകുന്നത്. അപ്പോ അതിനെന്ത് കൊടുക്കാം, ഒരു ഡിവ് ഇടാം. ഫോമിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിവ് ഇട്ടു. എന്നിട്ട് ഡിവിന്റെ ഉള്ളിലാണ് സ്പേസ് ഇട്ടിട്ട് ഒരു പിരമിഡ് പോലെ ആക്കിയിട്ടുണ്ട്. ടാബ് കീ ഉപയോഗിച്ചു. എന്നിട്ട് ലേബൽ കൊടുത്തു. ലേബലിന് നമ്മൾ ഫോർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കല്ലോ, നെയിം എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട് കൊടുത്തു. എന്നിട്ട് ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ അതാണ് ലേബല്. ആട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുന്നത്. ഇൻപുട്ടിന് ക്ലാസ് ഫോം കൺട്രോൾ എന്ന് പറഞ്ഞ ക്ലാസ് ബൂട്ട്സ്ട്രാപ്പിന് അതിന്റെ ആട്രിബ്യൂട്ട്സ് ടൈപ്പ് ടെക്സ്റ്റ് നെയിം കൊടുത്തു. പിന്നെ അതേപോലെ റിക്വയർഡ് കൊടുത്തു. അതേപോലെ ഇതിനൊരു ID കൂടെ കൊടുക്കണം, നെയിം. ആ ID ആണല്ലോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത്രയും കൊടുത്തിട്ടുണ്ട്. എന്താണ് വന്നെന്നുള്ളത് നോക്കാം. ഫുൾ നെയിം ഇവിടെ വന്നു. ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇൻപുട്ട് ക്ലാസ് ഫോം കൺട്രോൾ ID നെയിം ടൈപ്പ് ടെക്സ്റ്റ് നെയിം റിക്വയർഡ് ഒക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. ലേബൽ വന്നിട്ട് ക്ലോസ് ഒക്കെ ആയിട്ടുണ്ട്. ഡിഫിന്റെ ഉള്ളിലാണ് ഫോം. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് അടുത്തത് എലമെന്റ് രജിസ്ട്രേഷൻ അല്ല, ഫുൾ നെയിം കഴിഞ്ഞിട്ട് നമുക്കൊരു അടുത്ത എലമെന്റ് ഒരു ഇമെയിൽ ആണ്. അതേ ഡിവിന്റെ ലെവലാണ്. ഡിവ് ടു ഇമെയിൽ, അതേപോലെ അതിനും ID കൊടുക്കണം. ഇമെയിലിനാണ് ID ആയതുകൊണ്ട് ഹാഷ് ഇട്ടിട്ട് കൊടുത്തു, ഒരുമിച്ച് തന്നെ ഹാഷ് ഇട്ട് കൊടുത്തു. അതും റിക്വയർഡ് ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒരു ആട്രിബ്യൂട്ട് സ്പേസ് ഇട്ടിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, കോമ എന്നിടേണ്ടതില്ല. ഇനി നമുക്ക് പാസ്വേഡിന്റെ കൂടെ കൊടുക്കാം. നേരത്തെ വരുന്നത് ഡിവിന്റെ ലെവലില് പാസ്വേഡിന്റെ ടൈപ്പ് പാസ്വേഡ് ആണ് കൊടുത്തിട്ടുണ്ട്. ID പാസ്വേഡ് കൊടുക്കാം. റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്, പക്ഷെ സ്പേസിങ് ആണ് അവിടെ ടച്ച് ചെയ്യുന്ന ഈ ലേബൽ മുകളിലത്തെ എലമെന്റ് ടച്ച് ചെയ്യുന്നത്. അപ്പോ മാർജിൻ ബോട്ടം ആഡ് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു കൊടുക്കുക, MB. നമുക്ക് MB3 എന്നാണ് കൊടുക്കാം. MB3.MB3 കൊടുത്തു. അപ്പൊ അത് വർക്ക് ആയിട്ടുണ്ട്, സ്പേസിങ് വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡിവ് ആയതുകൊണ്ട് വെറും MB3 മാത്രം കൊടുത്താൽ മതി, ഡിവ് കൊടുക്കണം നിർബന്ധമില്ല. അപ്പൊ അതിന്റെ അർത്ഥം അത് ഡിവ് തന്നെയാണ്. ഡീഫോൾട്ട് ആയിട്ട് ഡിവ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിവ് വരും. ഓക്കെ, ഇനി നമുക്ക് ഫോമിന് ഒരു ആട്രിബ്യൂട്ട് വേണമല്ലോ, അതായത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതെന്താണ്, ആക്ഷൻ. ആക്ഷൻ ഈക്വൽ ടു ഓത് എന്ന് പറഞ്ഞ റൗട്ടിലല്ല നമ്മൾ പേജ് ഒക്കെ റെൻഡർ ചെയ്യുന്ന അതേ റൗട്ടിൽ തന്നെ സബ്മിഷൻ ചെയ്യാം. /ഓത്/ എന്താണ്, രജിസ്ട്രേഷൻ. /ഓത്/രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഗെറ്റ് വിളിച്ചപ്പോഴാണ് എന്ത് വന്നത്, നമുക്ക് ഈ പേജ് റെൻഡർ ആവുന്നത്. ഇനി അതിന്റെ തന്നെ പോസ്റ്റ് വിളിക്കുമ്പോഴാണ് സബ്മിറ്റ് ആവേണ്ടത്. അപ്പൊ അതിന്റെ മെത്തേഡ്, ഈ ഫോമിന്റെ മെത്തേഡ് പോസ്റ്റ് കൊടുക്കാം. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. ഓക്കെ, രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ബട്ടൺ ആഡ് ചെയ്യണം. ഡിവ് ടു അതിൻ്റെ ഉള്ളിൽ ബട്ടൺ BTN പ്രൈമറി ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് കൊടുത്തു. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്മിറ്റ് ആവുള്ളൂ. രജിസ്റ്റർ എന്ന് പറഞ്ഞ ടെക്സ്റ്റും കൊടുത്തു. ആ രജിസ്റ്റർ ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി സപ്പോസ് ഈ ഒരു പേജ് രജിസ്ട്രേഷനിൽ വന്നപ്പോഴാണ് ആൾ ഓർക്കുന്നത്, എന്താണ്, ഈ ഒരു പേജിൽ എനിക്ക് ഓൾറെഡി എന്തുണ്ട്, ലോഗിൻ അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് എന്ത് വേണ്ടതില്ല, എനിക്ക് വീണ്ടും അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. അപ്പൊ അവിടുന്ന് ഡയറക്റ്റ് ലോഗിൻ പേജിലേക്ക് പോകാനുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പൊ ആ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി നമുക്കൊരു ലിങ്ക് കൂടെ ഇവിടെ കൊടുക്കണം. അപ്പൊ ബട്ടന്റെ മുമ്പായിട്ട് ഒരു A ടാഗ് ഇട്ടു. അതിൽ href/oth/login അതിന് ക്ലാസ് ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കാം എന്നുള്ള കാണിക്കാനുള്ള എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തതാണ്. ക്ലാസ് ഈക്വൽ ടു BTN ലിങ്ക് എന്നിട്ട് ലോഗിൻ കൊടുത്തു. ഇങ്ങനെ ക്ലാസ് കൊടുക്കാം. ഡോട്ടിട്ട് ഇവിടെ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ബെസ്റ്റ് പ്രാക്ടീസ് ഇവിടെ തന്നെ ഡോട്ടിട്ട് കൊടുക്കുന്നത്.
അപ്പൊ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് കൊടുത്തു. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് വേറൊരു ടെക്സ്റ്റും കൂടി ചേർക്കണ്ടേ? നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടോ, ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യൂ എന്ന് പറയുന്ന ടെക്സ്റ്റ് കൊടുക്കണ്ടേ? അപ്പൊ എന്ത് ചോദിക്കണം? ഈ ഒരു എ ടാഗിന് മുമ്പ് ടെക്സ്റ്റ് ഇടാം. അപ്പൊ ടെക്സ്റ്റ് നമുക്ക് വെറുതെ ടെക്സ്റ്റ് ഇടാൻ പറ്റില്ലല്ലോ, ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഉള്ളിലല്ലേ ടെക്സ്റ്റ് ഇടാൻ പറ്റുള്ളൂ. അപ്പോ പി ടാഗ് പാരഗ്രാഫ് ഇട്ടിട്ട് നമ്മൾ ചോദിക്കും ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട്, അങ്ങനെയാണെങ്കിൽ ലോഗിൻ ചെയ്യാന്നുള്ളത്. എന്നിട്ട് എ ടാഗും കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ ഒരു ടെക്സ്റ്റ് വന്ന് എന്നിട്ട് അതില് താഴെയാണ് മറ്റുള്ള ടെക്സ്റ്റുകളൊക്കെ വന്നത്. പക്ഷെ എനിക്ക് വേണ്ടത് നേരെയാണ്, ഈ ഒരു ടെക്സ്റ്റിന്റെ നേരെ ലോഗിനും. അപ്പൊ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്? എനിക്ക് പാരഗ്രാഫ് ഉണ്ട് ഇവിടെ, അത് മുകളിൽ വന്നു. കാരണം ബ്ലോക്കിംഗ് എലമെന്റ് ആയതുകൊണ്ട് ഫുൾ സ്ക്രീൻ യൂസ് ചെയ്യും, ഫുൾ ആ ഒരു ലൈൻ യൂസ് ചെയ്യും. പിന്നെ താഴെ മാത്രം ലോഗിൻ വരുള്ളൂ. ഇതൊരു എ ടാഗ് ആണ്, അത് ഇൻലൈൻ എലമെന്റ് ആണ്. പിന്നെ ഉള്ളത് ബട്ടൺ ആണ്. അങ്ങനെ 3 എലമെന്റ് നമുക്കുണ്ട്. ഈ ഒരു 3 എലമെന്റ് ഒരേ ലെവലിൽ ഹൊറിസോണ്ടലി അലൈൻ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചതാണ്, അതിന് യൂസ് ചെയ്യാൻ നമുക്ക് ഫ്ലക്സ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ div എന്ന് പറയുന്നത് അതിനെ ഫ്ലക്സ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് എന്തായിരിക്കും? ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ് ആണ് ഡി ഫ്ലക്സ്, അല്ലെങ്കിൽ അതിന് സ്റ്റൈൽ നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേ ഫ്ലക്സ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പൊ അതൊരു ഫ്ലക്സ് ഐറ്റം ആവും. ഫ്ലക്സ് ആയാലും അപ്പൊ ഒരേ ലൈനിൽ വന്നു. ഇനി അടുത്ത പ്രോബ്ലം എന്താണ്? ഒരേ ലൈൻ വന്നു, പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള ഒരു അലൈൻമെന്റിന്റെ ഒരു പ്രശ്നമുണ്ടാവും. അപ്പോ നമുക്ക് വെർട്ടിക്കലി അതെന്ത് ചെയ്യണം? സെന്റർ അലൈൻ ആക്കണം. അപ്പൊ വെർട്ടിക്കലി സെന്റർ അലൈൻ ആക്കണം എന്നുണ്ടെങ്കിൽ അലൈൻ ഐറ്റംസ് സെന്റർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഡിവിന് അലൈൻ, അല്ലെങ്കിൽ നമ്മൾ മാനുവലി കൊടുക്കുകയാണെങ്കിൽ അലൈൻ ഐറ്റം സെന്റർ എന്ന് പറഞ്ഞ സ്റ്റൈൽ കൊടുത്താൽ മതി. ഇവിടെ ജസ്റ്റ് ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ് ആകുമ്പോൾ എന്താണ്? അലൈൻ ഐറ്റംസ് സെന്റർ. അപ്പോൾ ഈ ഐറ്റംസ് സെന്റർ ചെയ്തു. ഈ ഒരു ഇതിന് പാരഗ്രാഫിന് കുറച്ച് സ്റ്റൈൽ ഉണ്ടാവും. അത് നമുക്ക് മാർജിൻ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് MB0 എന്ന് കൊടുക്കാം ആദ്യം. MB0. അപ്പൊ എന്ത് ചെയ്തു? അല്ലേ, സെന്റർ അലൈൻ ആയില്ലേ? ഇനി ഓക്കെയാണ്, കുറച്ചും കൂടെ സ്പേസ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കാം. ഇനി അതേപോലെ നമുക്ക് ഈ മൊത്തം ഐറ്റംസ് നമുക്ക് റൈറ്റിലേക്ക് വേണം. അവിടെ ഇപ്പൊ ലെഫ്റ്റിലല്ലോ, റൈറ്റിലേക്ക് വേണ്ടതുകൊണ്ട് ജസ്റ്റിഫൈ കണ്ടന്റ് എൻഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ ഡിവിന് ജസ്റ്റിഫൈ കണ്ടന്റ് എൻഡ്. ഇതൊക്കെ ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ്സുകളാണ് കേട്ടോ. ഡോക്യുമെന്റ് നോക്കി ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. ജസ്റ്റിഫൈ കണ്ടന്റ് എൻഡ്. അപ്പൊ എന്ത് ചെയ്തു? ആ എൻഡിലേക്ക് വന്നിട്ടുണ്ട്.